ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എൻ്റെ സിസ്റ്റർ മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു കൊച്ചു സെലിബ്രേഷനിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അവൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാനുള്ള ആവശ്യ സാധനങ്ങൾ ലോ ബഡ്ജറ്റിൽ എങ്ങനെ വാങ്ങാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും കാണാത്തവരൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ബർത്ത്ഡേൻ്റെ തലേ ദിവസം തന്നെ കേക്ക് ഉണ്ടാക്കി റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചത് നല്ലോണം അരിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈദയും നല്ലോണം അരിച്ച് വെക്കുന്നുണ്ട്. കാരണം ഇത് കൂടുതൽ നമ്മൾ നല്ലോണം അരിക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കേക്കിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുട്ടികളൊന്നും ഉറങ്ങിയിട്ടില്ല. അവരൊക്കെ എക്സൈറ്റ്മെൻറ്റിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേക്കിലേക്ക് ഞാൻ 6 മുട്ടയാണ് എടുത്തത്. 6 മുട്ട ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാരയും അതിൽ ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ മൈദ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് വനില എസൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വനില എസൻസ് എന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എഗ്ഗിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടും. പിന്നെ അതിന് ശേഷം ഞാൻ അടിച്ചൊക്കെ കഴിഞ്ഞ് മൈദ ഒക്കെ മിക്സ് ചെയ്തതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ 1 സ്പൂൺ വിനീഗറിൽ കുറച്ച് സോൾട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ കേക്കിൻ്റെ ആ പാറ്റേണിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഒരു നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടാനും കേക്കിൻ്റെ ആ നല്ല ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കേക്കിൻ്റെ സ്റ്റേജ് അവസാനത്തേക്ക് എത്തി. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഡിസൈൻ ചെയ്യുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ കേക്ക് റെഡിയായി. അപ്പോൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡാണ് നൂൽപുട്ടും തേങ്ങാപ്പാലും. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അവനക്ക് തന്നെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയത്. അപ്പം കക്ഷി രാവിലെ തന്നെ സെൽഫി സെഷനിലേക്കാണ്. അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ്, ഇന്നലെ വാങ്ങിയ ഡ്രസ്സാണ് അവൻ ധരിച്ചത്. പിന്നെ അവന് എന്താ പറയുക, ഈ ഫ്രിഡ്ജിൻ്റെ എപ്പോൾ നോക്കിയാലും ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അവന് കേക്ക് എങ്ങനെ ഉണ്ടാവും, കേക്ക് എന്താണെന്നുള്ള അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വൈകിപ്പിച്ചില്ല. ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. അപ്പോൾ അവൻ്റെ സിസ്റ്ററും പിന്നെ എൻ്റെ മോനുമാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ വളരെ എൻജോയ് ചെയ്തിട്ടും വളരെ കൊച്ചു സെലിബ്രേഷൻ ആണെങ്കിലും അവർ 3 പേരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അവരെ സന്തോഷം കണ്ട് ഞങ്ങളും ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ അവർ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ മെയിൻ പണിയായിട്ടുള്ള ബിരിയാണിയിലേക്ക് ഞങ്ങൾ കടന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ബിരിയാണിയിലേക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഫസ്റ്റ് വാട്ടിയതിന് ശേഷം സിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ അതിൽ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഫസ്റ്റ് തന്നെ കുക്കറിൽ ഒരു 3 വിസിൽ വെച്ചിട്ട് അത് നല്ല വേവിച്ചിരുന്നു. എന്നിട്ട് ആ വേവിച്ച ഉള്ളിയും തക്കാളിയാണ് ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ വാട്ടുന്നതിലേക്ക് മിക്സ് ചെയ്തത്. അപ്പം നമ്മൾ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുമല്ല നല്ല ടേസ്റ്റുമാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടൈമിങ് കുറച്ച് സേവ് ചെയ്യാൻ പറ്റി. പിന്നെ ലെമൺ ജ്യൂസ് ഇതിൽ തന്നെ ഞങ്ങൾ ഒഴിച്ചു. ആവശ്യമായിട്ടുള്ള ലെമൺ ജ്യൂസ് ഇതിൽ മിക്സ് ചെയ്തു. ലെമൺ ജ്യൂസ് എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിൻ്റെ പുളിപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്നതാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം നമ്മൾ എന്താ പറയുക, ഇത് വാട്ടിയെടുക്കുന്നതാണ് മെയിൻ. ബിരിയാണിയിലെ എല്ലാ സംഭവത്തിലും നമ്മൾക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം നല്ല രീതിയിൽ വാടണം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ അടുത്തത് ഇടുന്നത് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി നമുക്ക് ആവശ്യമായത്, ഞാനിതിൽ കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാനിതിൽ എല്ലാ റെസിപ്പി ഇതെങ്ങനെ എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. പിന്നെ ബിരിയാണി മസാല സിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി മസാല ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ബിരിയാണി ഈ വാട്ടിയെടുക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് ഉണ്ടാവുമല്ലോ. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മളാ എന്താ പറയുക, ചെറുപ്പകാലത്ത് ഈ പെരുന്നാൾ, കാരണം നമ്മൾ ചെറുതാവുന്ന സമയത്ത് പെരുന്നാളിനും കല്യാണത്തിനും മാത്രമേ നമ്മളെ വീട്ടിൽ ബിരിയാണിയൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളൊരു ചെറിയ കൊച്ചു സെലിബ്രേഷൻ ആണെങ്കിലും വീട്ടിൽ ബിരിയാണി ഇല്ലാത്ത കാലങ്ങളില്ല. അപ്പോൾ ഈ സ്മെല്ല് വരുമ്പോൾ നമ്മൾ ആ കുട്ടിക്കാലം നമുക്ക് ആ സന്തോഷം, കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ കൈയൊന്നും നല്ലോണം സോപ്പിട്ടൊന്നും കഴുകാറില്ലായിരുന്നു. കാരണം ആ സ്മെല്ല് കയ്യിലിങ്ങനെ കിടക്കണം. ആ സ്മെല്ല് നല്ല എന്താ പറയുക, ഒരു ബൂസ്റ്ററാണ് ആ സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ബിരിയാണീൻ്റെ അവസാന സ്റ്റേജിലെത്തി. നമ്മൾ അലങ്കാര വസ്തുക്കളായ മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ അതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ലോണം മിക്സാക്കാണ്.
മിക്സ് ആക്കുമ്പോൾ തന്നെ സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികൾ ഓരോരുത്തരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വിശക്കുന്നു എന്ന് പറഞ്ഞത്. എപ്പം വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണീൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ അപ്പോൾ അവർക്കൊരു വിശപ്പാണ്. പക്ഷേ ഭക്ഷണം അങ്ങനെ കാണിച്ചു കൊടുത്താൽ ഭക്ഷണം അങ്ങനെ കഴിക്കില്ല. അങ്ങനെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ബിരിയാണീൻ്റെ മസാല റെഡിയായി. ഇനിയിപ്പോൾ അതിലേക്കുള്ള റൈസിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ റൈസിൽ എൻ്റെ ഇത്താത്ത ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ആ വെള്ളത്തിൽ കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. പിന്നെ ക്യാരറ്റും ഉണ്ട്. ക്യാരറ്റ് പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ സാധാ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൽ പ്ലസ് ആയിട്ട് ബിരിയാണി മസാലേൻ്റെ പൗഡർ കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ആ ബിരിയാണീൻ്റെ അരിയിൽ തന്നെ ആ ബിരിയാണീൻ്റെ ഒരു ഫ്ലേവർ അതിൽ വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസ്. എനിക്ക് റൈസ് ബിരിയാണീൻ്റെ എന്താ പറയുക അതിൻ്റെ ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ബിരിയാണീൻ്റെ റൈസ് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായി. അപ്പോൾ അവസാന സ്റ്റേജായ ദമ്മിലേക്ക് ഇത്താത്ത ചെയ്തു. റൈസ് റെഡി ആയപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് റൈസ് ദമ്മ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദമ്മ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലോണം വിശക്കാനും തുടങ്ങി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിച്ചതുകൊണ്ട് മൊബൈൽ ഫോൺ അതിൻ്റെ ഒരു കൂട്ടത്തിലൊരു ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കിയതോട് കൂടി തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിയുകയാണ്. പിന്നെ ബിരിയാണി കഴിച്ചത് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം അവൻ കിടന്നു. പിന്നെ എല്ലാവരും അവരെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ ഉപ്പൻ്റെ വീട്. അപ്പോൾ അവിടേക്ക് അവർ നടന്നു പോയതാണ്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ ഉപ്പൻ്റെ ഉമ്മനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അവനക്ക് കൊടുത്ത സന്തോഷം ബർത്ത്ഡേ കേക്ക്, പിന്നെ അവനക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഇപ്പോൾ ബിരിയാണി, ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞങ്ങളെ കൊച്ചു സന്തോഷത്തിൽ നിങ്ങളും ചേർന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. പിന്നെ ദയവ് ചെയ്ത് എനിക്ക് വീഡിയോ വ്യൂസ് കാണുന്നുണ്ട്, പക്ഷേ ആ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. ഇനി അങ്ങോട്ടുള്ള എന്നെക്കൊണ്ട് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണം. ഓക്കെ, ബൈ.